PSC 2025 ഇംഗ്ലീഷ് ചോദ്യങ്ങളെ വിശകലനം ചെയ്യുന്ന നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്സും അതുപോലെ തന്നെ 2024-2025 പരീക്ഷകളെ വിശകലനം ചെയ്യുന്ന നമ്മുടെ സീരീസിലെ 23ാമത്തെ ക്ലാസ്സുമാണിത്. ഇതിനോടകം ചെയ്ത എല്ലാ ക്ലാസ്സുകളും കാണാൻ വേണ്ടി എല്ലാ ക്ലാസ്സുകളുടെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് കാണാവുന്നതാണ്. നമ്മൾ ഓരോ ക്ലാസ്സിൽ 20 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ അടുത്തിരിക്കുന്ന ചോദ്യപേപ്പർ എന്ന് പറയുന്നത് ഗ്രാജുവേറ്റ് ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ, അതുപോലെ SI ഓഫ് പോലീസ്, RFO, എക്സൈസ് ഇൻസ്പെക്ടർ 24 മെയ് 2025 നടന്ന പരീക്ഷ. ഈ പരീക്ഷയിൽ 20 ചോദ്യം, ഈ ചോദ്യപേപ്പറിൽ 20 ഇംഗ്ലീഷ് ചോദ്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന ചോദ്യപേപ്പറിൽ തന്നെ 20 ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. സാധാരണ നമ്മൾ ചോദ്യങ്ങൾ 10 വരാറുള്ള ചില ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ. അപ്പം അങ്ങനെ നമ്മൾ 2 ക്വസ്റ്റ്യൻ പേപ്പറാണ് ചർച്ച ചെയ്യുന്നത്. ഇവിടെ ഇതിന് ഓൾറെഡി 20 ചോദ്യങ്ങൾ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന ചോദ്യപേപ്പർ ഒന്ന് നോക്കാം. ഓക്കെ, നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഡാഷ് സപ്പോസ് ടു കംപ്ലീറ്റ് ദീസ് അസൈൻമെന്റ്സ് ബൈ ആഫ്റ്റർനൂൺ. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഷുഡ് ഐ, ആർന്റ് ഐ, ആം ഐ. ഇത് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നോക്കാം, ഇവിടെ ഓൺലി 1, ഓൺലി 2, ബോത്ത് 2 and 3, ഓൺലി 3. ഇവിടെ നോക്കുക, സപ്പോസ്ഡ് എന്ന് വന്ന സ്ഥിതിക്ക് നമുക്ക് ഷുഡ് ചേർക്കാൻ പറ്റത്തില്ല. ഷുഡ് സപ്പോസ്ഡ് എന്ന് പറയത്തില്ല, അല്ലേ? കാരണം ഷുഡ് എന്നൊരു മോഡൽ ആക്സിന് ശേഷം വെർബിന്റെ യഥാർത്ഥ രൂപമാണ് വരേണ്ടത്. എന്നാൽ ആറിന്റെ കൂടെയും ആമിന്റെ കൂടെയും, അതായത് ബി ഫോംസിന്റെ കൂടെ നമുക്ക് V3 ഉപയോഗിക്കാം. അങ്ങനെ ബി ഫോംസിന്റെ കൂടെ V3 വരുവാണെങ്കിൽ ഏത് വോയിസ് ആയിരിക്കും? പാസീവ് വോയിസ് ആയിരിക്കും. ഇത് നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇവിടെ 2, 3 നമുക്ക് ഉപയോഗിക്കാം. ആറിന്റെ സപ്പോസ്ഡ് ടു, ആം ഐ സപ്പോസ്ഡ് ടു. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ ബോത്ത് 2 and 3 ആണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, ഈ ചോദ്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യുവാൻ വേണ്ടി തന്നത്. എൻ്റെ ക്ലാസ് ആദ്യമായി കാണുന്നവർ ശ്രദ്ധിക്കുക. നമ്മൾ ഓരോ ക്ലാസ്സിലും അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യേണ്ട ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ചോദ്യം നിങ്ങൾക്കായി തരും. അത് നിങ്ങൾ കമന്റ് ബോക്സിൽ അതിൻ്റെ ആൻസർ രേഖപ്പെടുത്തണം. ഈ ക്ലാസ്സിലും അതേപോലെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, 27/5/2025 നടന്ന പരീക്ഷയിൽ ആ ചോദ്യപേപ്പറിൽ ഒരു ചോദ്യമാണ് ഞാൻ തരുന്നത്. അത് ഈ 66ാമത്തെ ചോദ്യമാണ്, ഈ ക്ലോസുമായി ബന്ധപ്പെട്ട ചോദ്യം. ഇതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചോദിച്ച ഈ ചോദ്യങ്ങൾക്ക് നല്ലതുപോലെ എല്ലാം റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും ആൻസർ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ ചോദ്യം. സ്റ്റുഡൻസ് ആർ അഡ്വൈസ് ടു റിഫൈൻ ഡാഷ് ബാഡ് കമ്പനി. അപ്പോൾ ഇതെന്ന് പറയുന്നത് പ്രിപ്പോസിഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. പ്രിപ്പോസിഷനുമായി ബന്ധപ്പെട്ട ചോദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പ്രിപ്പോസിഷന് മുമ്പ് വരുന്ന വാക്കിനെയോ അല്ലെങ്കിൽ അതിന് ശേഷം വരുന്ന വാക്കിനെയാണ് നമ്മൾ ആശ്രയിച്ചെഴുതുക. ഇവിടെ നമ്മൾ ഈ മുമ്പേ വന്നിരിക്കുന്ന റിഫ്രെയിൻ്റെ കൂടെ നമ്മൾ റിഫ്രെയിൻ, പ്രിവെന്റ്, അല്ലേ? ഇതിനൊക്കെ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ഏത് പ്രിപ്പോസിഷൻ ആയിരിക്കണം? ഫ്രം ആയിരിക്കണം. ഫ്രം ആണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, എ ഫ്യൂ വർക്കേഴ്സ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ സ്ട്രൈക്ക്. അപ്പോൾ ഇതെന്താ? ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നമുക്കറിയാം എ ഫ്യൂ, എ ലിറ്റിൽ, ഫ്യൂ ലിറ്റിൽ. എ ഫ്യൂ, എ ലിറ്റിലും പോസിറ്റീവ് മീനിങ് തരുന്നതും ഫ്യൂ ലിറ്റിലും നെഗറ്റീവ് മീനിങ് തരുന്നതുമാണ്. ഇവിടെ എ ഫ്യൂ എന്ന് തുടങ്ങിയ സ്ഥിതിക്ക് നമ്മുടെ സെന്റൻസ് പോസിറ്റീവ് ആണ്. സോ നമ്മുടെ ടാഗ് നെഗറ്റീവ് ആണ്. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ടാഗ് നെഗറ്റീവ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? ഈ ഡിഡിന്റെയും ഈസിന്റെയും ആണ്. ഇതിന്റെ പോസിറ്റീവ് ആണ് നമുക്ക് തുടക്കത്തിലെ വെട്ടിക്കളയാം. ഇനി നമുക്ക് നോക്കേണ്ടത് നമുക്ക് ഏത് സഹായകരമാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്? ഡിഡ് ആണോ ഈസ് ആണോ? അതെന്തിനെ ആശ്രയിച്ചിരിക്കും? നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസിലെ വെർബിനെ ആശ്രയിച്ചിരിക്കും. ഓക്കെ, ഇവിടെ നമുക്ക് നേരിട്ട് സാധാരണ ചില സെന്റൻസുകളിൽ നമുക്ക് നേരിട്ട് സഹായകരെ കണ്ടെത്താൻ പറ്റും. എന്നാൽ ഇവിടെ നമുക്ക് അങ്ങനെ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ നേരിട്ട് കണ്ടെത്താൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ വിചാരിക്കണം അവിടുത്തെ സഹായകരെ ഒന്നുകിൽ ഡു ആയിരിക്കും, അല്ലെങ്കിൽ ഡസ് ആയിരിക്കും, അല്ലെങ്കിൽ ഡിഡ് ആയിരിക്കും. ഇത് പലതവണ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. കാരണം പല തവണയായിട്ട് PSC ഇതുപോലെ സഹായകരെ നേരിട്ട് തരാത്ത വെർബുകളാണ് തരുന്നത്. അത് നമ്മൾ ഒന്ന് കുറിച്ച് വെക്കുക. അപ്പം ഇവിടെ ഡു, ഡസ്, ഡിഡ് ഇതിനകത്ത് ഏതെങ്കിലും ഒന്നായിരിക്കും വരിക. ഡു എപ്പോഴായിരിക്കും വരിക? ആ വെർബിന്റെ യഥാർത്ഥ ഫോം വരികയാണ്. ഇവിടെ പാർട്ടിസിപ്പേറ്റ് എന്ന് മാത്രമേ ഉള്ളായിരുന്നുവെങ്കിൽ നമുക്ക് ഡു ഉപയോഗിക്കാം സഹായകരമായിട്ട്. എന്നാൽ പാർട്ടിസിപ്പേറ്റ്സ് ഈ പറഞ്ഞ വെർബിന്റെ കൂടെ SO, ESO, ISO വന്നു കഴിഞ്ഞാൽ ഡസ് ആയിരിക്കും അവിടെ സഹായക്രിയ. എന്നാൽ ഈ പറയുന്ന വെർബിന്റെ കൂടെ D, ED, IED വരികയാണെങ്കിൽ ഡിഡ് ആയിരിക്കും. ഇപ്പൊ ഇവിടെ D ഉണ്ട്, പാർട്ടിസിപ്പേറ്റിന്റെ കൂടെ D വന്നത്. അപ്പൊ അങ്ങനെ തീർച്ചയായിട്ടും ഇവിടുത്തെ സഹായക്രിയ ആയിരിക്കും ഡിഡ് ആയിരിക്കും. സോ ഡിഡ് ആണ് ഇവിടുത്തെ സഹായക്രിയ. ഇത് നമ്മൾ സെന്റൻസ് പോസിറ്റീവ് ആയിരുന്നു, നമ്മൾ ഡിഡിന്റെ കൂടെ ഇൻറ്റ് ചേർക്കുന്നു, ഡിഡിൻറ്റ്, അല്ലെ? ഡിഡിൻറ്റ് എന്ന് ചേർക്കുന്നു. എന്നിട്ട് എ ഫ്യൂ വർക്കേഴ്സ് ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അതിന്റെ പ്രൊനൗൺ എന്താണ്? ദേ. ഇപ്പൊ ഡിഡിൻ ദേ എന്ന് വരണം. അതേതാണ്? ബി എന്ന് പറയുന്ന ഓപ്ഷൻ. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കുക, വേർ ഇസ് ദ ബെസ്റ്റ് ആൻഡ് സെഡ് ദ യങ് മാൻ ചേഞ്ച് ഇൻ ഇൻഡയറക്റ്റ് സ്പീച്ച്. അപ്പൊ നമ്മൾ ഈ കഴിഞ്ഞ 3-4 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2025, 2024 അവസാനവും 2025 തുടക്കത്തിലൊക്കെ വരുന്ന സമയത്തേക്ക്
ഈ റിപ്പോർട്ടർ സ്പീച്ചുമായി ബന്ധപ്പെട്ട ചോദ്യം വരുന്നത് എപ്പോഴും അവിടെ ഡയറക്റ്റ് സ്പീച്ചിനെ ശ്രദ്ധിച്ചാൽ അറിയാം, അതൊരു ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആയിരിക്കും. അപ്പൊ ഡയറക്റ്റ് സ്പീച്ച് ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളാണ് ഈ 2024 അവസാനമായിട്ടും 2025 തുടക്കത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഒന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കാം. അപ്പൊ എങ്ങനെയായിരിക്കും നമ്മൾ ഒരു ഇൻട്രോഗേറ്റീവ് സെൻസിനെ റിപ്പോർട്ട് ചെയ്തു? നമുക്കറിയാം ഇൻട്രോഗേറ്റീവ് സെൻസ് 2 തരമാണുള്ളത്. ഏതൊക്കെയാ? സഹായക്രിയയിൽ തുടങ്ങുന്നതും ചോദ്യവാക്കിൽ തുടങ്ങും. ഇവിടെ ചോദ്യവാക്കിലാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ചോദ്യവാക്കിൽ തുടങ്ങുമ്പോൾ നമ്മൾ ആ ചോദ്യവാക്ക് അതുപോലെ തന്നെ എഴുതണം. അപ്പൊ വേർ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ബാക്കിയുള്ളവയെ, ഈസ് ദ ബെസ്റ്റ് സ്റ്റാൻഡ് എന്ന് പറയുന്ന ഇതിനെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേക്ക് മാറ്റണം. സ്റ്റേറ്റ്മെന്റ് രൂപം എന്ന് വെച്ചാൽ എന്താ? സബ്ജക്റ്റ് ആദ്യം വരണം, എന്നിട്ടേ വെർബ് വരാവും. ഇവിടെ ആദ്യം സഹായക്രിയയാണ് വന്നിരിക്കുന്നത്, എന്നിട്ടാണ് സബ്ജക്റ്റ് വന്നിരിക്കുന്നത്. ബെസ്റ്റ് സ്റ്റാൻഡ് ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ദ ബെസ്റ്റ് സ്റ്റാൻഡ് എന്നുള്ളതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ദ ബെസ്റ്റ് സ്റ്റാൻഡ്. അപ്പൊ ആ ദ ബെസ്റ്റ് സ്റ്റാൻഡ് എന്നുള്ളത് ആദ്യം വരികയും ദെൻ ഈസ്. അപ്പൊ ദ ബെസ്റ്റ് സ്റ്റാൻഡ് ഈസ് എന്ന് വരും. എന്നിട്ട് അതിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. ദ ബെസ്റ്റ് സ്റ്റാൻഡ് ഈസിനെ നമുക്ക് റിപ്പോർട്ട് ചെയ്യണം. കാരണം എന്താ? ഇവിടുത്തെ വെർബ് എന്താ? സെഡ് എന്ന. സെഡ് എന്ന് വന്നു കഴിഞ്ഞാൽ ടെൻസ് മാറ്റണം. അപ്പോൾ ഈസിന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? വാസ്. അപ്പം വേർ ദ ബെസ്റ്റ് സ്റ്റാൻഡ് വാസ് എന്ന് വരണം. അങ്ങനെ വേർ ദ ബെസ്റ്റ് സ്റ്റാൻഡ് വാസ് എന്ന് വന്നിരിക്കുന്നത് ഏതാന്ന് നോക്കുക. ഇവിടെ വേർ വാസ് ദ ബെസ്റ്റ് സ്റ്റാൻഡ് എന്ന് വന്നിരിക്കുന്ന തെറ്റ്. ഇവിടെ അങ്ങനെ വന്നിട്ടില്ല. ഇവിടെ ചുരുക്കി പറഞ്ഞ് ഫ്രേസ് ആക്കി മാറ്റി. നമുക്ക് തന്നിരിക്കുന്നത് ലാറ്റർ സ്പീച്ചിന് ഒരിക്കലും അതിന്റെ എന്താ സെന്റൻസ് സ്ട്രക്ചറിൽ വ്യത്യാസം മീൻസ് അതിന്റെ സെന്റൻസിനെ പിടിച്ച് ഫ്രേസ് ആക്കാനൊന്നും പാടില്ല. സെന്റൻസ് ആയിട്ട് തന്നെ നമ്മൾ എഴുതണം. ഓക്കെ, അപ്പൊ അത് തെറ്റാണ്. ആണ് വേർ ദ ബെസ്റ്റ് സ്റ്റാൻഡ് വാസ്. ഇതാണ് ശരിയായിട്ട് വന്നിരിക്കുന്നത്. ഇവിടെയും ഫ്രേസ് രൂപത്തിലാണ് വന്നിരിക്കുന്നത്. ഇവിടുത്തെ കറക്റ്റ് ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ദ എഗ്മാൻ വാണ്ടഡ് ടു നോ വേർ ദ ബെസ്റ്റ് സ്റ്റാൻഡ് വാസ്. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, സിംഗർ പെർഫോം ഡാഷ്. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താണ്? ഓർഡർ ഓഫ് ആഡ്വേർബ്സുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അതായത് ഒരു സെന്റൻസിൽ ഒന്നിൽ കൂടുതൽ ആഡ്വർബ് വരുമ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? അവിടെ അതിന്റെ ഒരു ഓർഡർ ഉണ്ട്. ഒന്നിൽ കൂടുതൽ ആഡ്വേർബ്സ് വരുന്ന സമയത്ത് ആ ആഡ്വേർബ്സ് നമ്മൾ ശരിയായ ഓർഡറിലായിരിക്കണം എഴുതേണ്ടത്. അതിനൊരു കോഡുണ്ട്. ഏത്? MPT. എന്താണ് MPT? MPT എന്ന് വെച്ചാൽ എന്താ? M എന്ന് പറയുന്നത് മാനർ, P പ്ലേസ്, ദെൻ T ടൈം. അതായത് ആദ്യമേ മാനറിനെ സൂചിപ്പിക്കുന്ന ആഡ്വർബ് എഴുതണം. മാനർ എന്ന് വെച്ചാൽ രീതി, ആ പ്രവൃത്തി എങ്ങനെ ചെയ്തു. ഹൗ എങ്ങനെ ചെയ്തു, വേർ എവിടെ വെച്ച് ചെയ്തു, വെൻ. അപ്പൊ ഹൗ, വേർ, വെൻ ആണ് MPT ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നോക്കാം, സിംഗർ പെർഫോംഡ് ഹൗ എങ്ങനെയാണ്? മെലോഡിയസ്ലി. എവിടെ? പ്ലേസ്, അറ്റ് ദ കൺസേർട്ട്. എപ്പോ, അല്ലെങ്കിൽ സമയം, ഫോർ 2 hours. അപ്പം ഇത് മാനർ, ഇത് പ്ലേസ്, ഇത് ടൈം. അങ്ങനെ MPT എന്ന രീതിയിൽ വരണം. അപ്പൊ അങ്ങനെ വന്നിരിക്കുന്ന D എന്ന് പറയുന്ന ഓപ്ഷനാണ്. മെലോഡിയസ്ലി അറ്റ് ദ കൺസേർട്ട് ഫോർ 2 hours. അപ്പൊ ഈ കോഡ് മനസ്സിലാക്കി വെക്കുക. അടുത്ത ചോദ്യം, I expressed my strong desire to learn dash kayaking and canoeing to know the difference. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഞാൻ എൻ്റെ ശക്തമായ ഡിസയർ പ്രകടിപ്പിച്ചു. എന്തിനു വേണ്ടി? പഠിക്കുവാൻ വേണ്ടി. എന്ത് പഠിക്കാനാണെന്ന് നമുക്ക് നോക്കാം. എന്തിനു വേണ്ടിയാണ് പഠിക്കുന്നത്? ടു നോ ദ ഡിഫറൻസസ്, ആ വ്യത്യാസം മനസ്സിലാക്കാൻ. ഒരു സാധനത്തിന്റെ വ്യത്യാസം മനസ്സിലാക്കണം, അല്ലെങ്കിൽ 2 സാധനങ്ങളുടെ വ്യത്യാസം മനസ്സിലാക്കണമെങ്കിൽ രണ്ടും നമ്മൾ ചെയ്തു നോക്കിയേ പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെ രണ്ടും ഇതിന്റെ അർത്ഥം വേണം. രണ്ടും വേണം. അപ്പൊ രണ്ടും വേണം എന്ന് പറയുമ്പോൾ എന്താ? ബോത്ത് ആൻഡ് ആണ് വേണ്ടത്. ഏതൊരോറോ ആകുമ്പോൾ ഏതിലും ഒന്നൊരു അർത്ഥത്തില്ല അല്ലേ? അപ്പൊ അങ്ങനെ ഇത് രണ്ടും വരത്തില്ല. പിന്നെ സച്ച് ദാറ്റ് ഇവിടെ സ്യൂട്ടബിൾ അല്ല. അപ്പൊ അങ്ങനെ ഇവിടെ കറക്റ്റ് ആൻസർ ബോത്ത് ആൻഡ് ആണ്. അത് ബോത്ത് കയാക്കിംഗ് ആൻഡ് കാനോയിങ് എന്ന രീതിയിലാണ് വരേണ്ടത്. അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. there are no less than 50 packets of noodles in the carton. Correct the sentence. ഈ സെന്റൻസിനെ ശരിയാക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കാം, ലെസ് എന്ന് പറയുന്ന വാക്ക്, ലെസ് അല്ലെങ്കിൽ ലെസർ എന്ന് പറയുന്ന വാക്ക്, അല്ലെങ്കിൽ ലെസ് ദാൻ അല്ലെങ്കിൽ ലെസർ ടു, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ലെസ് ദാൻ്റെ കൂടെ ലെസ് ഉപയോഗിക്കാം. ലെസ് ദാൻ. ഓക്കെ, അപ്പം അതേപോലെ ലെസറും നമുക്ക് ഉപയോഗിക്കാം. ഇത് രണ്ടും നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴായിരിക്കും? ലെസർ ഉപയോഗിച്ചപ്പോൾ നമ്മൾ ദാൻ ഉപയോഗിക്കത്തുള്ളൂ, ടു ഉപയോഗിക്കത്തുള്ളൂ. ലെസർ ടു എന്നേ പറയത്തുള്ളൂ. ഓക്കെ, ലെസ് ദാൻ അല്ലെങ്കിൽ ലെസർ ടു. അപ്പൊ ഈ ലെസറും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് അൺകൗണ്ടബിളിന്റെ കൂടെയാണ്. എന്നാൽ ഇവിടെ വന്നിരിക്കുന്നത് 50 പാക്കറ്റ്സ് എന്ന്. 50 പാക്കറ്റ്സ് എന്ന് പറയുമ്പോൾ എണ്ണാൻ പറ്റുന്നതാണ്. അപ്പൊ എണ്ണാൻ പറ്റുന്നതോടെ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? ഫ്യൂ ആ ഉപയോഗിക്കുന്നത്. ഫ്യൂ. ഓക്കെ, കമ്പാരിറ്റീവ് വരുമ്പോൾ ഫ്യൂവർ. അതിൻ്റെ കൂടെ നമുക്ക് ദാൻ ഉപയോഗിക്കും, ഫ്യൂവർ ദാൻ. അപ്പൊ അങ്ങനെ ഫ്യൂവർ ദാൻ വന്നിരിക്കുന്നത് ഇവിടെ നോക്കുമ്പോഴാണ് ഇവിടെയാണ് ഫ്യൂവർ ദാൻ. ഇവിടെ ഫ്യൂ ദാൻ ഉള്ളത് തെറ്റാണ്. ഫ്യൂവർ ദാൻ. ലെസർ ദാൻ എന്ന് പറയത്തുള്ളൂ, ലെസർ ടു എന്നേ പറയത്തുള്ളൂ.
ഓക്കെ, അപ്പൊ ഇതും തെറ്റ്, ഇതും തെറ്റ് അല്ലേ? ഇവിടെ 50 പാക്കസ് എന്ന് പറയുന്ന സ്ഥിതിക്ക് നമുക്ക് ലെസ്സറോ പറ്റത്തില്ല. അപ്പൊ ഇതും തെറ്റ്. അപ്പൊ ഇതാണ് ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, നെക്സ്റ്റ് ഇയർ ഐ ഡാഷ് ഗിത്താർ ഫോർ 20 years. അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് ഞാൻ 20 വർഷം ആയിട്ട് എന്ത് പഠിക്കുന്നു? ഗിത്താർ പഠിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? കഴിഞ്ഞ കാലത്തിലെ ഭാവി കാലത്തിലെ ഒരു നിശ്ചിത സമയം മുതൽ അങ്ങോട്ട് ഒരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ നമ്മൾ ഏതാ ഉപയോഗിക്കേണ്ടത്? ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് സ്ട്രക്ചർ എങ്ങനെയാണ്? സബ്ജക്റ്റ് പ്ലസ് സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷാൾ. ഫ്യൂച്ചർ അല്ലേ പറയുന്നത്? വിൽ ഓർ ഷാൾ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർ പ്ലസ് ing ഇത് വരണം. സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർ പ്ലസ് ing. അങ്ങനെ വന്നിരിക്കുന്ന ഏതാ? നോക്കിവിടെ വിൽ പ്ലേ ആണ് തെറ്റ്. എന്നാൽ വിൽ ഹാവ് ബീൻ പ്ലേയിങ് ഉണ്ടോ? സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർ പ്ലസ് ing. ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം, ആർ വി നോട്ട് ഗോയിങ് ടു ഫിനിഷ് ദ ലെസൺ ടുഡേ, ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. പാസീവ് വോയിസിലേക്ക് മാറ്റാനാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു പാസീവ് വോയിസിന്റെ വെർബ് ഫോം എങ്ങനെയായിരിക്കണം? ബി ഫോംസ് പ്ലസ് V3. ബിയുടെ ഫോംസ് പ്ലസ് V3 എന്ന രീതി വരണം അതിന്റെ വെർബ് ഫോം. അപ്പം ഇനി പാസീവ് വോയിസിന്റെ പ്രത്യേകത എന്താ? ഒബ്ജക്റ്റ് ആയിരിക്കും നമ്മൾ പ്രാധാന്യം കൊടുക്കുക. അതായത് സബ്ജക്റ്റിന്റെ സ്ഥാനത്ത്, ഇവിടെ ആക്റ്റീവ് വോയിസ് ആണ്, ഇതാണ് സബ്ജക്റ്റ്. ആ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യും? ഇവിടുത്തെ ഒബ്ജക്റ്റിനെ കൊണ്ടുവരണം. ദ ലെസണിനെ ഇവിടെ കൊണ്ടുവരിക. ലെസണിനെ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ആർ എന്താവണം? ഈസ് ആവണം. കാരണം വി പ്ലൂറൽ ആയതുകൊണ്ടാണ് ഇവിടെ ആർ എഴുതിയത്. എന്നിട്ട് ലെസണിനെ നമ്മൾ ഇനി കൊണ്ടുവരുമ്പോൾ അതെന്തായി മാറും? ഈസ് ആവും, സിംഗുലർ ആവും. അപ്പൊ ഈസ് ദ ലെസൺ. ഇനി നോട്ടിനെ നമ്മൾ കളയാൻ പാടില്ല. ഈസ് ദ ലെസൺ നോട്ട് ഗോയിങ് ടു. പിന്നെ ഈ ഫിനിഷിനെയാണ് നമ്മൾ ബി ഫോംസ് പ്ലസ് V3യിലേക്ക് മാറ്റേണ്ടത്. ഈ ഫിനിഷിനെ ബി ഫോംസ് പ്ലസ് V3യിലേക്ക് ആക്കുമ്പോൾ ടു കഴിഞ്ഞ പിന്നെ ബി തന്നെ നമുക്ക് എഴുതാം. ടു ബി പ്ലസ് ഫിനിഷിന്റെ V3 എന്താണ്? ഫിനിഷ്ഡ്. അപ്പം ഈസ് ദ ലെസൺ നോട്ട് ഗോയിങ് ടു ബി ഫിനിഷ്ഡ് ടുഡേ എന്നാണ് എന്റെ ശരിയായിട്ടുള്ള ആൻസർ വരിക. എന്നാൽ ഇവിടെ അങ്ങനെ ഒരു സംഭവം തന്നിട്ടില്ല. എന്നാൽ അടുത്ത് നിൽക്കുന്നതാണ് ഈ എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഈസ് ദ ലെസൺ ഗോയിങ് ടു ബി ഫിനിഷ്ഡ് ബൈ എസ് ടുഡേ എന്ന് പറയുന്നത്. അല്ലേ? ഈ ബി അപ്പുറത്ത് വരും, ബൈ എസ് ആവും, ബൈ പ്ലസ് സബ്ജക്ട്. അപ്പൊ അങ്ങനെ ഇവിടെ നോട്ടും കൂടെ വന്നാലേ കറക്റ്റ് ആവത്തുള്ളൂ. നോ, ഈസ് ദ ലെസൺ നോട്ട്, അതാണ് കറക്റ്റ് പെർഫെക്റ്റ് ആൻസർ ആവത്തുള്ളൂ. പക്ഷെ PSC എന്ത് ചെയ്തു? ഇത് ആൻസറായി കൊടുത്തിട്ടുണ്ട്. അത് ചലഞ്ച് ചെയ്തതിന്റെ ഫലമായിട്ടായിരിക്കാം. എന്നാൽ ഇതാണ് ആൻസർ PSCയുടെ ഫൈനൽ കീയിൽ കൊടുത്തിരിക്കുന്നത്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഹിസ് ടീച്ചർ ട്രൈഡ് അറ്റ് കറക്റ്റ് ഹിം ബൈ ഗിവിംഗ് വാല്യുബിൾ അഡ്വൈസസ്. കറക്റ്റ് ദ സെന്റൻസ്. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ടീച്ചർ ട്രൈ ചെയ്യുന്ന. അപ്പൊ ട്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ടു ആണ് വരേണ്ടത്. ടു ട്രൈഡ് ടു കറക്റ്റ് ഹിം ബൈ ഗിവിംഗ് വാല്യുബിൾ അഡ്വൈസസ് നമ്മൾ പറയത്തില്ല. അഡ്വൈസിനെ നൗൺ ആയിട്ട് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും അതിന് പ്ലൂറൽ ഫോം ഇല്ല, സിംഗുലർ ഫോമേ ഉള്ളൂ. ഇവിടെ അഡ്വൈസ് എന്ന നൗൺ ഫോം ആണ്. നൗൺ ഫോമും വെർബ് ഫോമും തമ്മിലുള്ള വ്യത്യാസം, നൗൺ ഫോമിൽ സി വരും, എന്നാൽ വെർബ് ഫോമിൽ എസ് ആയിരിക്കും വരിക. ADVISE എന്നാണെങ്കിൽ അത് വെർബ് ഫോം ആയിരിക്കും. എന്നാൽ CE എന്നാണെങ്കിൽ അത് നൗൺ ആയിരിക്കും. നൗണായിട്ട് നിൽക്കുമ്പോൾ അഡ്വൈസിന് എന്തില്ല? പ്ലൂറൽ ഫോം ഇല്ല. അഡ്വൈസിന് സിംഗുലർ ഫോമേ ഉള്ളൂ. കാരണം അത് അൺകൗണ്ടബിൾ ആണ്. ഉപദേശം എന്ന് പറയുമ്പോൾ ഇവിടെ അൺകൗണ്ടബിൾ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഈ രീതി വരണം. ഹിസ് ടീച്ചർ ട്രൈ ടു കറക്റ്റ് ഹിം ബൈ ഗിവിംഗ് വാല്യുബിൾ അഡ്വൈസ്. അപ്പൊ അത് നമുക്ക് ഈ അഡ്വൈസ് ADVICE എന്ന് വന്നിരിക്കുന്നത് എവിടെയാണെന്ന് നോക്കാം. ഇവിടെ അഡ്വൈസ് എന്ന് വന്നിട്ടുണ്ട്, ഇവിടെ വെർബ് ഫോം വന്നിരിക്കുന്നത് എന്നല്ലാണ്ട് ഇവിടെ അഡ്വൈസ്. ഇവിടെ അഡ്വൈസ് തെറ്റ്. അപ്പൊ ഇതാണ് അതിന്റെ ഫോക്കസ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി ബാക്കി നോക്കുമ്പോൾ ടു വന്നിട്ടുണ്ട്. ടു. അപ്പൊ ഈ സി എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് പോയിന്റ്, കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. യെസ്റ്റർഡേ ടിം പാർക്ക്ഡ് ഇൻ എ റെസ്ട്രിക്റ്റഡ് ഏരിയ ആൻഡ് ദ പോലീസ് ഡാഷ് ഹിസ് ട്രക്ക്. ചൂസ് ദ വേർഡ് ദാറ്റ് ബെസ്റ്റ് കംപ്ലീറ്റ്സ് ദാറ്റ് സെന്റൻസ്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇന്നലെ ടിം എന്ത് ചെയ്തു? റെസ്ട്രിക്റ്റഡ് ഏരിയയിൽ പാർക്ക് ചെയ്തു. പോലീസ് എന്ത് ചെയ്തു? അവന്റെ ട്രക്ക് പിടിച്ചെടുത്തുകൊണ്ട് പോയി. ബട്ട് പിടിച്ചെടുക്കുക എന്നൊരു അർത്ഥമാണ് ഇവിടെ വരുന്നത്. അതേതായിരിക്കും? ഇമ്പൗണ്ടഡ് ആണ്. എന്താണ്? ഇമ്പൗണ്ടഡ്. ഇതാണ് കറക്റ്റ് ആൻസർ, ഇമ്പൗണ്ടഡ്. ഇനി ഇംപ്രസന്റെയും ഇന്റേണിന്റെയും അർത്ഥം ഏകദേശം ഒന്ന് തന്നെയാണ്. തടവിലാക്കുക എന്നർത്ഥം, ജയിലിലാക്കുക, ജയിലിലടക്കുക എന്നർത്ഥം. ഈ ഇമ്പേൽ എന്ന് വെച്ചാൽ എന്താ? കൂർത്ത മുനയുള്ള എന്തെങ്കിലും വെച്ച് നമ്മൾ ദ്വാരം ഒക്കെ ഇടുന്നതിനെയാണ് ഇമ്പേൽ എന്ന് പറയുന്നത്. ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഇമ്പൗണ്ടഡ് ആണ്. ഇനി അടുത്ത ചോദ്യം, ഐ വാസ് ഡാഷ് വെൻ ദേ റാങ് അപ്പ് ആൻഡ് ഇൻഫോംഡ് ദാറ്റ് ഐ ഹാഡ് വൺ എ ലോട്ടറി. അപ്പൊ ഇത് വീഡിയോവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പൊ ഇവിടെ എന്താണ്? ലോട്ടറി അടിച്ചതിനെ കുറിച്ചാണ് പറയുന്നത്.
അപ്പൊ ലോട്ടറി അടിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും വരിക? സന്തോഷം വരികയാണ്, എക്സൈറ്റ്മെന്റ് ഉണ്ടാവുക, എക്സ്ട്രീം ഹാപ്പിനെസ് ആണ് വരേണ്ടത്. അപ്പൊ അങ്ങനെ അതേ അർത്ഥം നൽകുന്ന ഏതാണ്? അതിന്റെ ഓൺ ക്ലൗഡിനെ. ഇതാണ് കറക്റ്റ് ആൻസർ. എക്സ്ട്രീം ഹാപ്പി ആണ് ഓൺ ക്ലൗഡ് 9 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഫ്ലൈയിങ് ഓഫ് ദ ഹാൻഡ് എന്ന് വെച്ചാൽ നിയന്ത്രണം നഷ്ടപ്പെടുക, അതായത് ഇമോഷണൽ ആയിട്ടുള്ള ഇമോഷണലി നമ്മുടെ നിയന്ത്രണം നഷ്ടപ്പെടുക, അതായത് പെട്ടെന്ന് ക്ഷോഭിക്കുക, ഷോർട്ട് ടെമ്പേർഡ് ആവുക എന്നൊക്കെയാണ് ഫ്ലൈയിങ് ഓഫ് ദ ഹാൻഡിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അറ്റ് ലോഗർ ഹർട്സ് എന്ന് വെച്ചാൽ എന്താ? വഴക്ക്, അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന ആർഗ്യുമെന്റ്, ഡിസഗ്രിമെന്റ് അല്ലേ, ഒരു ശക്തമായ എതിർപ്പ് എന്നൊക്കെയാണ് അറ്റ് ലോഗർ ഹർട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റെഡിന്റെ ഫേസ് എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നാണം കെടുക എന്നർത്ഥമില്ല, എംബറാസ് എന്നാണ് റെഡ് ഇൻ ദ ഫേസ് കൊണ്ട് ഉദ്ദേശിക്കുക അല്ലെ. നാണം കെടുക, പൊതുമധ്യത്തിൽ നാണം കെടുന്നതിനൊക്കെ റെഡ് ഇൻ ദ ഫേസ് എന്ന് പറയുന്നു. ഇവിടുത്തെ കറക്റ്റ് ആൻസർ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അടുത്ത ചോദ്യം നോക്കുക. ഇറ്റ് വാസ് ഹർ ഫസ്റ്റ് അപ്പിയറൻസ് ഇൻ പബ്ലിക് ആസ് എ പെർഫോമർ. അപ്പൊ ഇത് നമുക്കറിയാം അല്ലെ, ഫസ്റ്റ് അപ്പിയറൻസ് ഇൻ എ പബ്ലിക് ആസ് എ പെർഫോമർ. ആദ്യമായിട്ട് നമ്മുടെ പബ്ലിക്കായിട്ട് ആദ്യമായിട്ട് നമ്മുടെ എന്ത് ചെയ്യുക, പരിപാടി വെക്കാൻ നമ്മൾ മലയാളത്തിൽ അരങ്ങേറ്റം എന്ന് പറയും. അരങ്ങേറ്റത്തിന്റെ ഇംഗ്ലീഷ് എന്താ? ഡെബ്യൂ ആണ്, ഡെബ്യൂ. ഇതാണ് കറക്റ്റ് ആൻസർ. കൾമിനേഷൻ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? പീക്ക് അല്ലെങ്കിൽ പിനക്കിൾ, സെനിത്ത് എന്നൊക്കെയാണ് കൾമിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ക്ലൈമാക്സ് എന്ന് നമുക്ക് പറയാം. ഉച്ചസ്ഥായി എന്നൊക്കെയാണ് കറക്റ്റ് അർത്ഥം കൾമിനേഷൻ. ഓമിനി പ്രസൻസ് നമുക്കറിയാമല്ലോ. എന്താണ് ഓമിനി പ്രസൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സർവ്വവ്യാപി, മാസ്റ്റർ പീസ് നമുക്കറിയാമല്ലോ. ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഡെബ്യൂ. അടുത്ത ചോദ്യം. ദ കമ്പനി സെലിബ്രേറ്റ് ദ അക്കംപ്ലിഷ്മെന്റ് ഓഫ് ഓൾ ദെയർ ഗോൾസ്. ചൂസ് ദ ആന്റണിം ഓഫ് ദ അണ്ടർലൈൻ വേർഡ്. അക്കംപ്ലിഷ്മെന്റ് ആന്റണിമാണ് ചോദിച്ചത്. എന്താണ് അക്കംപ്ലിഷ്മെന്റ് ഉദ്ദേശിക്കുന്നത്? സഫലീകരണം. ഇപ്പൊ ഫ്യൂഷൻ എന്ന് പറഞ്ഞാലും എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാലും ഏകദേശം അക്കംപ്ലിഷ്മെന്റ് അതേ അർത്ഥമാണ്. എന്നാൽ എക്സിക്യൂഷന് വേറെ അർത്ഥമുണ്ട്. എന്താണ്? വധശിക്ഷ കൊടുക്കുക അർത്ഥത്തിൽ നമുക്ക് എക്സിക്യൂഷൻ അങ്ങനെ ഒരു അർത്ഥമുണ്ട്. പക്ഷെ ഇവിടെ ഫ്യൂഷനും എക്സിക്യൂഷനും ഏകദേശം അക്കംപ്ലിഷ്മെന്റ് അതേ അർത്ഥമാണ് തരുന്നത്. ഡിബേക്കൽ എന്ന് വെച്ചാൽ എന്താ? പരാജയം. ഫെയിലർ എന്ന് വെച്ചാൽ എന്താ? പരാജയം. ആ രണ്ട് ഓപ്ഷൻ, ഇത് രണ്ടും നമുക്ക് അക്കംപ്ലിഷ്മെന്റിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് എഴുതാം. പക്ഷെ രണ്ട് ഓപ്ഷനും ഞാൻ വന്ന സ്ഥിതിക്ക് യെസ് എന്ത് ചെയ്തു, അത് ഈ ചോദ്യം കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കുക. ദ വെദർ ഈസ് സ്യൂട്ടബിൾ ഫോർ സോയിങ് സീഡ്സ്. ചൂസ് എ സിമിലർ വേർഡ് ഫോർ ദ അണ്ടർലൈൻഡ് വേർഡ്. സ്യൂട്ടബിൾ എന്ന് പറയുന്ന വാക്കിന് അതേ അർത്ഥം നൽകുന്ന വാക്ക് ഇവിടുത്തെ ഏതാണ്? കൺജീനിയൽ ആണ്. ഇതാണ് കറക്റ്റ് അർത്ഥം. ഈ കൺജനിറ്റൽ എന്ന് വെച്ചാൽ എന്താ? ജന്മനാ ഉള്ള എന്നുള്ള അസുഖത്തെയോ അല്ലെങ്കിൽ ശാരീരിക അവസ്ഥയാണ് നമ്മൾ കൺജനിറ്റൽ എന്ന് പറയുന്നത്. കണ്ടേജിയസ് നമുക്കറിയാമല്ലോ, എന്താണ്? പകർച്ചവ്യാധി, അല്ലെങ്കിൽ പെട്ടെന്ന് പകരുന്ന അസുഖങ്ങൾ, അതിനെ നമ്മൾ കണ്ടേജിയസ് ഡിസീസ് എന്ന് പറയുന്നത്. ഇനി കൺവേഴ്സ് എന്ന് പറയുന്നത് സംസാരം അല്ലെങ്കിൽ സംസാരിക്കുക എന്നാണ് അർത്ഥം, കൺവേഴ്സ്. ഇവിടുത്തെ കറക്റ്റ് ആൻസർ കൺജീനിയൽ ആണ്. ഇനി അടുത്ത ചോദ്യം. യൂസ് ദ വേർഡ് ദാറ്റ് ഇസ് സ്പെൽ കറക്റ്റ്ലി. ഇൻകറക്റ്റ് ആയിട്ട് സ്പെല്ലിംഗ് ഏതാണ്? അപ്പോൾ ബ്യൂറോക്രാറ്റും ഇന്റലിജൻഷ്യയും സെപ്റ്റുജനേറിയനും കറക്റ്റ് ആണ്. എന്നാൽ ഓൺട്രപ്രനർ എന്ന് പറഞ്ഞ ഈ വാക്ക് തെറ്റിച്ചാ കൊടുത്തിരിക്കുന്നത്. കാരണം ഇവിടെ അനാവശ്യമായ ഒരു യു ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് വേണ്ട. ഓൺട്രപ്രനർ എന്നാണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പൊ ഇത് ആണ് ഇവിടെ തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. സോ ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത റെസ്പോൺസ് പ്ലേ എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ്? ആൻസർ പ്ലീസ് എന്നുള്ളതാണ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഇത് ഫോറിൻ ഫ്രേസുമായി ബന്ധപ്പെട്ട ചോദ്യം. PSC പലപ്പോഴും ചോദിക്കുന്ന ഒരു ഫോറിൻ ഫ്രേസ് ആണ്. അടുത്ത. ദ തീവ്സ് ഡാഷ് ദ അപ്പാർട്ട്മെന്റ് വൈൽ ദ ഫാമിലി വാസ് ഓൺ എ വെക്കേഷൻ. അതായത് ഫോഴ്സ്ഫുള്ളി, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ ഫ്രേസൽ വെർബ് എന്തായിരിക്കും? ബ്രേക്ക് ഇൻറ്റു. ഇതാണ് കറക്റ്റ് ആൻസർ. അതിന്റെ പാസ്റ്റ് ആയിട്ട് വരുമ്പോൾ ബ്രോക്ക് ഇൻറ്റു. ഈ ബ്രേക്ക് ഡൗൺ നമുക്കറിയാലോ, കൊളാപ്സ്. ഇപ്പൊ വാഹനങ്ങളൊക്കെ യന്ത്ര തകരാറ് പോലും നിൽക്കുന്ന ബ്രേക്ക് ഡൗൺ എന്ന് പറയും. ബ്രേക്കപ്പ് നമുക്കറിയാം, എന്താ? റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന പെട്ടെന്നുള്ള സ്റ്റോപ്പ്, എൻഡിങ്, അതാണ് നമ്മൾ ബ്രേക്കപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ബ്രേക്ക് അവേ നമുക്കറിയാം. എന്താണ് ബ്രേക്ക് അവേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു ആടെങ്കിലും പിടിയിൽ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെടുന്നതിന് നമ്മൾ ബ്രേക്ക് അവേ എന്ന് പറയും. ഓക്കെ, അപ്പം ഇവിടെ കറക്റ്റ് ആൻസർ ബ്രേക്ക് ഇൻറ്റു ആണ്. ഇനി അടുത്ത ചോദ്യം. ആന്റിനാസ് ഡാഷ് ഏബിൾ കോക്രോച്ചസ് ടു സെൻസ് ദെയർ സറൗണ്ടിങ്സ്. ചൂസ് ദ കറക്റ്റ് പ്രിഫിക്സ്. അതിനകത്ത് ഏത് പ്രിഫിക്സ് ആണ് ഉപയോഗിക്കേണ്ടത്? ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ കോക്രോച്ചസിന്റെ ആന്റിനാസ് ഉണ്ടല്ലോ, അതെന്ത് ചെയ്യുന്നു? ആ കോക്രോച്ചസിനെ പ്രാപ്തമാക്കുന്നു ടു സെൻസ് ദെയർ സറൗണ്ടിങ്സ്, ചുറ്റുപാടും ഒക്കെ സെൻസ് ചെയ്യാൻ വേണ്ടി. അപ്പൊ പ്രാപ്തമാക്കുക എന്നൊരു ആണ് വരേണ്ടത്. അപ്പൊ പ്രാപ്തമാക്കുക എന്ന് വരണമെങ്കിൽ നമ്മൾ ഏതാ ഉപയോഗിക്കേണ്ടത്? എനേബിൾ എന്ന, EN
എനേബിൾ. ഡിസേബിൾ എന്ന് വെച്ചാൽ എന്താ? അത് ഇല്ലാതാക്കുക, അതിനെ പ്രാപ്തമാക്കാതിരിക്കുക എന്നുള്ള അർത്ഥമാണ് ഡിസേബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എനേബിളും ഡിസേബിൾ. അൺഎബിൾ എന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റാത്തത്, കഴിയാത്തത് ആണ് അൺഎബിൾ. ഓക്കെ, ഇവിടെ എനേബിൾ, ഈ സി എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇവിടെ വരേണ്ടത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ഈ ക്ലാസ്സിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നോക്കുക, എന്താണ്? ഫിനോമിനൻ. ഈ ഫിനോമിനന്റെ പ്ലൂറലാണ് ചോദിച്ചിരിക്കുന്നത്. ഫിനോമിനൻ അല്ലെ, എന്നിൽ അവസാനിക്കുന്ന വാക്കുകളുടെ പ്ലൂറൽ എപ്പോഴും തരിക്കും ഫിനോമിന. ON, എന്നിലല്ല ON അവസാനിക്കുന്നുവെങ്കിൽ അതിന്റെ പ്ലൂറൽ എഴുതുന്ന സമയത്ത് ആ സ്ഥാനത്ത് നമ്മൾ A കൊടുക്കുക. ഇപ്പം ഫിനോമിന. ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കിയത്. തീർച്ചയായിട്ടും ഈ ചോദ്യ പേപ്പർ കുറേയൊക്കെ നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അത് ഗ്രാമർ ആയാലും വൊക്കാബുലറി ആയാലും. ഇത് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം ആണ്, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി വരാൻ പോകുന്ന നമ്മുടെ ഡിഗ്രി പ്രിലിംസ് പരീക്ഷകളിലൊക്കെ തീർച്ചയായിട്ടും ഈ നിലവാരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും വരുന്നത്. ചിലപ്പോൾ ഇതിനേക്കാൾ കടുപ്പിക്കുന്ന ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പറയുന്ന ചോദ്യ പേപ്പറൊക്കെ നിങ്ങൾ മനസ്സിലാക്കി പഠിച്ച് വർക്കൗട്ട് ചെയ്യുക. നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിനോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട്. ആ കോഴ്സ് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മുടെ ലേണിംഗ് ആപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ എല്ലാ ക്ലാസ്സിലും ഒരു ചോദ്യം നിങ്ങൾക്ക് തരും. അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്ന ചോദ്യ പേപ്പറിൽ അതാണ് ഈ തന്നിരിക്കുന്നത്. ഇതിന്റെ ഉത്തരം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേരള PSC, SSC, UPSC, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ ലഭ്യമാണ്. രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്.